ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ജർമ്മൻ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ. അപ്പോൾ അതിനകത്ത് ഞാനാണെങ്കിൽ ഞാൻ പഠിച്ച സ്ഥാപനമായിട്ടുള്ള IILTയുടെ പേരും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ഇതൊരു സ്കാമാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ജർമ്മൻ കോഴ്സിനകത്ത് മെയിൻ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സാധനം നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ സാധാരണ ഒരു കുട്ടി പഠിക്കുന്ന പോലെ ആണെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്കിടയിലാണ് പഠിക്കുന്നത്. ഈ പഠിപ്പിക്കാൻ വരുന്നവർ ഇപ്പോൾ A1 A2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മോട് ഇത് പഠിച്ചു പോകുമെന്ന് പറയും. നമ്മൾ പിന്നെ അടുത്ത ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാം. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിന് B1 B2 ലെവലിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനം പഠിക്കണ്ടേ. അതായത് നമ്മൾ ഈ ഡ്യൂട്ടിക്കിടയിൽ നമ്മളൊരു 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കും, 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കാം, ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിള്ളേരൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്ര എളുപ്പകരമല്ല ഈ ഒരു സംഭവം. അത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടി. നിങ്ങളപ്പോൾ ഈ പറയുന്ന പോലെ 8 മാസം കൊണ്ട് 1 ഇയർ കൊണ്ടൊക്കെ ആണെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അവരുടെ കോഴ്സ്. നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. 8 മാസത്തെ കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ പോകും. പിന്നെ V2 എക്സാം എഴുതി പാസ്സാവുന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് ഡൗട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് റെസ്പോണ്ട് ആയിട്ടാണെങ്കിൽ ഉണ്ണിച്ചേട്ടൻ, അതിൻ്റെ ഡയറക്ടറാണ് ഉണ്ണിങ്ങോട്ട്, പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് ചെയ്ത് കൊടുക്കാം. അവർക്ക് മനസ്സിലാവാതെ എന്തെങ്കിലും വിഷയമുണ്ട്, എല്ലാ ക്ലാസ്സുകളും അവർ അവരുടെ എല്ലാത്തിനും റെക്കോർഡുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഇൻ കേസ് അവർക്ക് ട്യൂട്ടർ പഠിപ്പിച്ച് റെഡി ആയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടാണെങ്കിൽ അവർ വീണ്ടും ഒരു ട്രെയിനിങ് സെക്ഷൻ ആണെന്നെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാച്ച് പഠിച്ചിട്ടുള്ള പിള്ളേരുടെ ഡീറ്റെയിൽസ് കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് പുള്ളി പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരുടെ മെസ്സേജ് എനിക്ക് വന്നു രാവിലെ. ഇപ്പോൾ തന്നെ അവർക്ക് പുതിയൊരു ബാച്ച് B2 ലെവൽ ക്ലാസ് എടുത്ത് കൊടുക്കാം, ഫ്രീ കോസ്റ്റായിട്ട് എടുത്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അങ്ങനെ ചെയ്തത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്തുനിന്നാണെന്നുണ്ടെങ്കിൽ സ്കാം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പോലും കൂടുതലായിട്ടാണെന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി. 8 മാസം കൊണ്ടോ 12 മാസം കൊണ്ടോ ഒന്നും ചിലപ്പം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ.